കുറ്റപത്രത്തിന് പുറമെ മീട്ടുവും എല്ലാം ശാന്തമായ സമയത്ത് സിസ്റ്റർ ലൂസിയെ പ്രകോപിപ്പിച്ച് സഭാ നേതൃത്വം സഭയെ കൂടുതൽ കുഴപ്പത്തിലാക്കി മീട്ടു ആരോപണം. കന്യാസ്ത്രീകളെ എങ്ങനെ വീഴിക്കാമെന്ന ചിന്തയാണ് മിക്ക വൈദികർക്കും. പലരുടെയും കഥകൾ അറിയാം. വൈദികർ ലൈംഗിക ചൂഷണത്തിന് പലവട്ടം ശ്രമിച്ചു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ വിവാദം ഏതാണ്ട് കെട്ടടങ്ങിയ സമയത്താണ് ബിഷപ്പിനെതിരെ കന്യാസ്ത്രീകളുടെ സമരത്തിൽ പങ്കെടുത്തതിനും മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചതിനും സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കെതിരെ അച്ചടക്കവാൾ എടുത്ത ഫ്രാൻസിസ്കൻ കാരിസ്റ്റിക് കോൺഗ്രിഗേഷൻ രംഗത്തെത്തിയത്. വർഷങ്ങളായി സിസ്റ്റർ ലൂസി മതപരമായ ജീവിതത്തിന്റെ തത്വങ്ങൾക്കും FCC സഭയുടെ ചട്ടങ്ങൾക്കും ഭരണഘടനയ്ക്കും നിരക്കാത്ത രീതിയിലുള്ള ജീവിതമാണ് നയിക്കുന്നതെന്ന് പ്രൊവിൻഷ്യൽ ജനറൽ സിസ്റ്റർ ആനി ജോസഫ് നൽകിയ ആദ്യ മുന്നറിയിപ്പ് കത്തിൽ ആരോപിക്കുന്നു. ഇതിന് സഭയിലെ അധികാരികളിൽ നിന്ന് പലതവണ തിരുത്തലുകളും മുന്നറിയിപ്പുകളും ലഭിച്ചിട്ടുണ്ടെന്നും കത്തിൽ പറയുന്നു. ഇതോടൊപ്പം സിസ്റ്റർ ലൂസിക്കെതിരെ ദീപികയിൽ ലേഖനവും വന്നിരിക്കുകയാണ്. സഭയ്ക്ക് ദുഷ്പേരുണ്ടാക്കിയെന്നാണ് ലേഖനത്തിൽ പറയുന്നത്. ഇതോടെയാണ് ഏതാണ്ട് അവസാനിച്ചിരുന്ന സഭയിലെ ലൈംഗിക വിവാദം കൂടുതൽ തലങ്ങളിലേക്ക് പോകുന്നത്. കത്തോലിക്ക സഭയിലെ പൗരോഹിത്യ മേൽക്കോയ്മയ്ക്കെതിരെ പോരാടുന്ന സിസ്റ്റർ ലൂസി കളപ്പുര മീട്ടു വെളിപ്പെടുത്തലുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. തന്നെ കുഴിയിൽ വീഴിക്കാൻ പലതവണ ശ്രമമുണ്ടായി എന്നാണ് സിസ്റ്റർ ലൂസി പറയുന്നത്. കെണിയിൽപ്പെടാതെ രക്ഷപ്പെട്ടതിനാലാണ് വൈദികർ നടത്തുന്ന ലൈംഗിക ചൂഷണത്തിനെതിരായി ശക്തമായി പ്രതികരിക്കാൻ സാധിക്കുന്നത്. കന്യാസ്ത്രീകളെ കാണുമ്പോൾ എങ്ങനെ വീഴിക്കാമെന്ന ചിന്തയോടെ പല വിധത്തിലുമാണ് മിക്ക വൈദികരും ഇടപെടുന്നത്. ഇതിൽ വീണുപോകുന്ന കന്യാസ്ത്രീകളുമുണ്ട്. ഒത്തിരി വൈദികരുടെയും ഇരയാക്കപ്പെട്ട കന്യാസ്ത്രീകളുടെ കഥ എനിക്കറിയാം. മിക്ക വൈദികരും ഒരു പരിധിവരെ തെറ്റായ ജീവിതമാണ് നയിക്കുന്നത്. ആണും പെണ്ണുമുള്ളിടത്തോളം ഇത്തരം വീഴ്ചകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ബ്രഹ്മചര്യം പാലിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇനിയുള്ള കാലം കത്തോലിക്ക സഭയിൽ വൈദികർ ഒറ്റയ്ക്ക് നിൽക്കുന്ന സാഹചര്യം മാറണം. കല്യാണം കഴിക്കണം. തങ്ങളുടെ ഫോൺ കോളുകൾ പരിശോധനയ്ക്ക് നൽകാൻ ധൈര്യമുള്ള വൈദികരുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്നു. ഫോൺ പോലീസിന് കൈമാറാൻ ധൈര്യമുള്ള എത്ര വൈദികരുണ്ട് കേരളത്തിൽ? എന്റെ ഫോൺ കൈമാറാൻ തയ്യാറാണ്. ഞാനിതുവരെ വഴിവിട്ട് ജീവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ചൂഷണങ്ങൾക്കെതിരെ പോരാടാൻ സാധിക്കുന്നത്. ഞാനുൾപ്പെടുന്ന കന്യാസ്ത്രീ സമൂഹം നേരിടുന്ന ചൂഷണങ്ങളിൽ മനംമടുത്താണ് ബലാത്സംഗ കേസിൽ പതിവായ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ ശബ്ദമുയർത്താൻ തീരുമാനിച്ചതെന്നും സിസ്റ്റർ ലൂസി പറഞ്ഞു. അതേസമയം സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കെതിരെ ഗുരുതരമായ അച്ചടലംഘന ആരോപണവുമായാണ് സഭ രംഗത്തെത്തിയിരിക്കുന്നത്. 2015 മെയ് 10 അന്നത്തെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ സ്റ്റെഫീന നൽകിയ സ്ഥലം മാറ്റ ഉത്തരവ് പാലിച്ചിരുന്നില്ല. ഇത് മനഃപൂർവ്വമുള്ള അനുസരണക്കേടായി കണക്കാക്കുന്നു. നിങ്ങളുടെ കവിതകൾ പ്രസിദ്ധീകരിക്കുന്നത് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ നൽകിയ വിലക്ക് ലംഘിക്കുകയും അധികാരിയുടെ അനുമതിയില്ലാതെ സ്നേഹമഴയിൽ എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അനുമതിയില്ലാതെയാണ് നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തതും കാർ വാങ്ങിയതും. സ്വന്തം പേരിൽ ഓൾട്ടോ കാറും വാങ്ങി. സുപ്പീരിയർമാരുടെ അനുമതിയില്ലാതെ ഹെഡ് മിനിസ്റ്ററിനെ സമീപിച്ച് ലോൺ തരപ്പെടുത്തിയാണ് കാർ വാങ്ങിയത്. ഇവയെല്ലാം അനുസരണവ്രതത്തിന്റെ കടുത്ത ലംഘനമാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പുസ്തക പ്രസ്താവനത്തിനായി ശരിയായ അനുമതിയില്ലാതെ 50,000 രൂപ ചെലവഴിച്ചു. സുപ്പീരിയർ ജനറലിന് പോലും സാധാരണഘട്ടത്തിൽ ചെലവഴിക്കാവുന്ന തുകയുടെ പരിധിയിലും കടന്നിരിക്കുകയാണത്. സുപ്പീരിയർ വിലക്കിയിട്ടും 4 ലക്ഷം രൂപ മുടക്കിയാണ് കാർ വാങ്ങിയത്. കൗൺസിലുമായി ആലോചിച്ച ശേഷം മാത്രം സുപ്പീരിയർക്ക് നൽകാവുന്ന അനുമതിയാണിത്. കൂടാതെ ശമ്പളം സഭയ്ക്ക് നൽകാൻ നിയോഗിക്കപ്പെടുന്ന നിങ്ങൾ 2017 ഡിസംബർ മുതൽ അത് മുടക്കിയിരിക്കുന്നു. ദാരിദ്ര്യത്തിന്റെ കടുത്ത ലംഘനമാണിത്. 2018 സെപ്റ്റംബർ 20 തുടർന്നുള്ള ദിനങ്ങളിലും നിങ്ങൾ സ്വീകരിച്ച സമീപനം കത്തോലിക്ക സഭയ്ക്കും FCC സമൂഹത്തിനും വലിയ അപമാനവും മാനഹാനിയും വരുത്തിവെച്ചു. എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ SOS നടത്തിവന്ന സമരത്തിൽ സുപ്പീരിയറിന്റെ അനുമതിയില്ലാതെ നിങ്ങൾ പങ്കെടുത്തു. മംഗളം മാധ്യമം പോലെയുള്ള ക്രിസ്ത്യൻ ഇതര പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങൾ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. പ്രൊവിൻഷ്യൽ സുപ്പീരിയറിന്റെ മുൻകൂട്ടിയുള്ള അനുമതിയില്ലാതെ സമയം എന്ന പ്രസിദ്ധീകരണത്തിന് ഒരു അഭിമുഖം നൽകി. ഫേസ്ബുക്ക് ചാനൽ ചർച്ചകൾ, ലേഖനങ്ങൾ എന്നിവ വഴി നിങ്ങൾ കത്തോലിക്ക നേതൃത്വത്തിനെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് വൈദിക സംസ്കാരത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചു. നിങ്ങൾ FCCക്കും അപമാനം വരുത്തിവെച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു സന്യാസി എന്ന നിലയിൽ നടത്തിയ ആരോപണങ്ങൾ വലിയ അപമാനം വരുത്തിവെച്ചു. നിങ്ങളുടെ മോശം പെരുമാറ്റത്തിനും മതപരമായ അച്ചടക്കം ലംഘിച്ചതിനും പലതവണ മേലധികാരികളിൽ നിന്ന് സ്വയം തിരുത്തേണ്ടതിന് പകരം നിങ്ങൾ ആരോപണങ്ങൾ നിഷേധിക്കുകയും സ്വന്തം വിശ്വാസമനുസരിച്ച് ജീവിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. നിങ്ങൾ തുടരെയായി അച്ചടക്കം, ദാരിദ്ര്യം എന്നീ വ്യവസ്ഥകൾ ലംഘിക്കുന്നതായി കാണുന്നു. FCCയുടെ പാരമ്പര്യം മൂല്യങ്ങളും പാലിക്കാതെ FCCയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ സാധിക്കില്ല. സഭയുടെ ചട്ടങ്ങൾ അനുസരിച്ച് സുവിശേഷവത്കരണത്തിനും സാമൂഹ്യ സേവനത്തിലും ഏർപ്പെടണം. നിങ്ങളോട് സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് അധികാരിയോട് പലതവണ ബന്ധപ്പെട്ടെങ്കിലും നിങ്ങൾ സമയം അനുവദിച്ചില്ല. പലതവണ കാത്തിരുന്നുവെങ്കിലും നിങ്ങൾ സംസാരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് FCCയുടെ മദർ ജനറൽ എന്ന നിലയിൽ സഭയിലെ ഒരംഗമായ നിങ്ങളെ സഭയിൽ നിന്നും പുറത്താക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കി ആദ്യ കാനോനിക മുന്നറിയിപ്പ് നൽകുകയാണ്. ജനുവരി 9 രാവിലെ 11 ആലുവ അശോകപുരത്തുള്ള FCC ജനറലേറ്റിൽ നേരിട്ടെത്തി തന്നെ കാണണമെന്നും തെറ്റുകൾ തിരുത്താൻ തയ്യാറാകണമെന്നും സുപ്പീരിയർ ജനറൽ കത്തിൽ പറയുന്നു.
ജനറലേറ്റിൽ എത്തിയെങ്കിൽ അത് മനഃപൂർവ്വമുള്ള വീഴ്ചയായി കണക്കാക്കാമെന്നും കാനൂനിക നിയമപ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മുന്നറിയിപ്പ് കത്തിൽ പറയുന്നു. ഇതിനെതിരെയാണ് ശക്തമായ നിലപാടുമായി സിസ്റ്റർ ലൂസി രംഗത്തെത്തിയിരിക്കുന്നത്. തിരുവസ്ത്രത്തിന്റെ പേര് പറഞ്ഞ് മരിക്കാൻ നടക്കുന്ന സഭാ നേതൃത്വം തിരുവസ്ത്രത്തിനുള്ളിൽ കഴിയുന്ന കന്യാസ്ത്രീകളോട് മെത്രാൻമാർ നീചമായ തെറ്റ് ചെയ്തപ്പോൾ അതൊന്നും സഭയ്ക്ക് കേടല്ല എന്നാണ് സിസ്റ്റർ ലൂസി ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.